നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ അഘോരവിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് 2025 മെയ് 18 കൊല്ലവർഷം 1200 ആണ്ട് ഇടവം 4 ഞായറാഴ്ച 9:30 രാഹുവും കേതുവും രാശി മാറുകയാണ്. രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമാണ് മാറുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റമാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ രാഹു പൂരോട്ടായി നക്ഷത്രത്തിലും കേതു ഉത്രം നക്ഷത്രത്തിലുമാണ് തുടരുന്നത്. പൊതുവെ രാഹു കേതുക്കൾ പിൻഗതിയാണ് സഞ്ചരിക്കാറ്. അത് ആന്റി ക്ലോക്ക് വൈസ് വഴിയാണ് അത് സഞ്ചരിച്ചു പോകുന്നത്. കാരണം എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പിന്നിലേക്കാണ് ഇവർ സഞ്ചരിക്കാറ്. ധൂമഗ്രഹങ്ങളാണെന്ന് നമുക്കറിയാം. രാഹുവും കേതുവും 180 ഡിഗ്രി അകലത്തിലാവും എപ്പോഴും സഞ്ചരിക്കുന്നത്. അതായത് 7ാം രാശിയിലാണ് ഇവർ സഞ്ചരിക്കാറുള്ളത്. ശനിയെ പോലെ രാഹുവും ചൊവ്വയെ പോലെ കേതുവും എന്നാണ് പറയാറ്. ഒരു രാശിയിൽ ഇവർ 18 മാസമാണ് നിലയുറപ്പിക്കുന്നത്, അതായത് 1.5 വർഷം. ഗോചരവശാൽ അവരവരുടെ ജനിച്ച കൂറിന്റെ 3, 6, 11 ഭാവങ്ങളിൽ രാഹു കേതുക്കൾ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവർ ഗുണപ്രദരാകുന്നത്. മറ്റു ഭാവങ്ങളിൽ ഇവർ ദോഷപ്രദരാണ് എന്നും നമുക്കറിയാൻ കഴിയും. ഓരോ കൂറിലും ജനിച്ചവർക്ക് എന്തെന്ത് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറിൽ നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗത്തിന്റെ നക്ഷത്രങ്ങൾക്കാണ് രാഹു മാറ്റം കൊണ്ട് ഏറ്റവും ഗുണപ്രദമായ അനുഭവം ഉണ്ടാകാൻ പോകുന്നത്. ദുഃഖവും ചതിയും ദോഷവും പാഴ്ചെലവുകളും ഉണ്ടാക്കുന്ന ഭാവമായ 12, വ്യയസ്ഥാനമായ 12 നിന്നും രാഹു ഇവരെ സംബന്ധിച്ച് 11ലേക്കാണ് മാറുന്നത്. ഏറ്റവും ഗുണപ്രദമായ ഒരു ഭാവമാണ് രാഹുവിനെ സംബന്ധിച്ച് 11ാം ഭാവം. ഈ നക്ഷത്രക്കാർക്ക്, അത് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ രാഹുവിന്റെ മാറ്റം വളരെയധികം ഗുണപ്രദമായിരിക്കും. സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയായിരിക്കും മേടക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊക്കെ വളരെയധികം നല്ല ഉന്മേഷവും ഉഷാറും ഉണ്ടാവും. അതിന്റെ സാഹചര്യവും ഒത്തുവരും ഇവരെ സംബന്ധിച്ച്. മാത്രമല്ല ദമ്പതികൾക്കും അങ്ങനെ എന്ത് വിദേശ യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും നൽകുക. ഈ വ്യാഴവും ശനിയുടെയും മാറ്റം കൊണ്ട് ചില ദോഷങ്ങൾ അനുഭവിച്ച മേടക്കൂറുകാർക്ക് ഒരു പരിധി വരെ രാഹുവിന്റെ മാറ്റം നല്ല സൂചനയാണ് നൽകുന്നത്. 6ാം ഇടത്തു നിന്നും 5ാം ഇടത്തിലേക്ക് വരുന്ന കേതു ചെറിയ ഉപാസനാ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വളരെ മേടക്കൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കളുടെ മാറ്റം വളരെ ഗുണപ്രദമായിരിക്കും എന്ന് തന്നെയാണ്. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീര നക്ഷത്രങ്ങൾക്കാണ് ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് ഏറ്റവും ദോഷഫലം നൽകുന്നത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എന്തിനിറങ്ങുന്നോ എല്ലാം തടസ്സമായി വരും എന്നുള്ളതാണ്. കാരണം രാഹു കേതുക്കളുടെ മാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു കേതുക്കൾ മാറുന്നതോടുകൂടിയിട്ട് ഒരു കരിനിഴൽ വന്നു വീഴുന്നത് പോലെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക. കാരണം ശനിയും വ്യാഴവും ഇവർക്ക് നൽകുന്ന അനുകൂല ഫലങ്ങളെ തടഞ്ഞു നിർത്താൻ പോലും രാഹു കേതുക്കൾക്ക് സാധിക്കും എന്നതാണ്. അതിനൊരു മറ ഇടുന്ന പോലെ, ഒരു പുകമറ ഇടുന്ന പോലെ ഇവർ എല്ലാ കാര്യത്തിലും ഒരു മങ്ങലുണ്ടാക്കും. വ്യാഴവും ശനിയും നൽകുന്ന ശുഭഫലങ്ങളൊക്കെ തന്നെ ഈ രാഹു കേതുക്കൾ മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ഒക്കെ ഒരു തടസ്സമായി നിൽക്കും. എല്ലാ കാര്യങ്ങളിലും ഇവർ തടസ്സമായിരിക്കും. സാമ്പത്തികമായി ഇവർക്ക് വളരെയധികം ഞെരുങ്ങലുണ്ടാവാം. ഈ ജോലിയിലൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് വളരെയധികം പ്രയാസപ്പെട്ട് നല്ല ബുദ്ധിമുട്ടിയിട്ട് വേണം ചില ജോലികൾ ചെയ്യേണ്ടി വരിക. അത് മാത്രമല്ല, ചെയ്ത ജോലിക്ക് അത്ര തന്നെ പ്രതിഫലം കിട്ടാതെ വരിക, വിദേശ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുക, സ്കിൻ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, സ്കിൻ ഡിസീസുകൾ വരാൻ സാധ്യത കൂടുതലാണ്.
അതായത് അലർജി പോലുള്ള സ്കിന്നിൽ വരിക, ചൊറി ചിരങ്ങുകൾ, കുട്ടികൾക്കൊക്കെ ചൊറി ചിരങ്ങുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ചില തട്ടുതടസ്സങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 കർമ്മഭാവമായ 10ലേക്കാണ് രാഹു മാറുന്നത്. ഏറ്റവും ദോഷമാണ്. ഏറ്റവും ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും ദോഷം. സാമ്പത്തികമായി ഒരു ഇടിവന് ഇവർക്ക് സംഭവിച്ചുകൂടായില്ല എന്നുള്ളതാണ്. പക്ഷെ വ്യാഴവും ശനിയും ശക്തമായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അത്ര തന്നെ അനുഭവിക്കേണ്ടി വരില്ല. അല്ലാത്തവർക്ക് വളരെയധികം ദോഷകാഠിന്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ദോഷം വരുന്നവർ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. എന്നിട്ട് നാഗക്ഷേത്രങ്ങളിൽ കൃത്യമായ പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ദോഷം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അടുത്ത മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന മകീര, മര, തിരുവാതിര, പുണർദം, മുക്കാല് നക്ഷത്രങ്ങൾക്കാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ചില ഗുണദോഷങ്ങൾ ഉണ്ടാവുന്നത്. അതായത് രാഹു 10ൽ നിന്നും 9ലേക്കും കേതു 4ൽ നിന്നും 3ലേക്കുമാണ് ഇവരെ സംബന്ധിച്ച് മാറാൻ പോകുന്നത്. ഈ രാഹു 10ൽ നിന്ന് മാറുമ്പോൾ ഇവരെ സംബന്ധിച്ച് തൊഴിലിൽ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം ഉണ്ടാകാൻ പോവുകയാണ്. 10ൽ നിൽക്കുന്ന രാഹു തൊഴിൽ സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അത് 9ലേക്കാണ് മാറുന്നത്. പക്ഷെ അപ്പോൾ തൊഴിലിൽ ഒരു ആശ്വാസം ലഭിക്കും. ശമ്പളം കിട്ടാതിരിക്കുന്നവർക്ക് ശമ്പളം കിട്ടാനും, അതുപോലെ തൊഴിലിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നേരിടുന്നവർക്ക് ഒരു സമാധാനം, ഒരു പരിധി വരെ ഒരു സമാധാനം കിട്ടാനും, വിവാഹത്തിന് ആലോചിക്കുന്നവർക്ക് ആ വിവാഹ സാധ്യതകൾ കൂടി കിട്ടാനും, അങ്ങനെ നമ്മൾ വിദേശയാത്രയൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ യാത്ര മുടങ്ങിക്കിടക്കുന്നവർക്ക് ആ യാത്ര പുനഃസ്ഥാപിക്കാനും, വിദേശത്ത് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും അങ്ങനെ ഉള്ള പല കാര്യങ്ങൾക്കും ഇവരെ സംബന്ധിച്ച് ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ്. പൂർണ്ണത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവും. പക്ഷെ 10ൽ നിന്ന് മാറുന്ന രാഹു 9ലേക്കാണ് മാറുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ദോഷം വരും. ഒരു മനുഷ്യന്റെ ജാതകവശാൽ ഒരു മനുഷ്യന്റെ ഭാഗ്യസ്ഥാനമാണ് 9. ആ 9ലേക്ക് മാറുന്ന രാഹു തീർച്ചയായിട്ടും ഭാഗ്യത്തെ ഹനിക്കുമെന്നാ പറയുക. അപ്പൊ നമ്മൾ പല ഭാഗ്യങ്ങളും വരുന്നത് തട്ടുതടസ്സമായിട്ട് തടഞ്ഞു നിർത്തും. അത് അപ്പൊ ഭാഗ്യത്തിന് ഹാനികരം ഉണ്ടാവും എന്നാ പറയുന്നത്. അതുകൊണ്ട് പിതാവിൽ നിന്നൊക്കെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാം, അച്ഛനിൽ നിന്ന് നമുക്ക് ദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം. പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും മക്കൾക്ക് അച്ഛന്മാരിൽ നിന്നും. അങ്ങനെയുള്ള പല ദോഷങ്ങളും നേരിടാനായിട്ട് സാധ്യതയുള്ള ഒരു ഇതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാവാൻ പോകുന്നത്. ഈ രാഹു മാത്രമല്ല, കേതുവിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. പല മുടങ്ങിക്കെടുക്കുന്ന പല കാര്യങ്ങളും 3ലേക്ക് മാറുന്ന കേതു ഇവർക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ 4ലുള്ള കേതു 18-ാം തീയതി 3ലേക്ക് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് കേതുവിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമായിട്ട് വരും. അത് ശുഭമായ കാര്യമാണ്. രോഗമായി കിടക്കുന്ന അസുഖങ്ങളെ പിടിച്ചു കിടക്കുന്നവർക്ക് അത് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ആ രോഗത്തിന് ശമനം കിട്ടാൻ സാധ്യത കൂടുതലാണ്. കേതുവിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. പക്ഷെ രാഹുവിന്റെ മാറ്റം അത്ര അനുകൂലമല്ല ഇവർക്ക് എന്ന് ശ്രദ്ധിച്ച് പരിഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽ വരുന്ന പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾക്കാണ് ഇനി രാഹുകേതുക്കൾക്ക് മാറ്റം കൊണ്ട് ഗുണദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് ദോഷപ്രദമാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും ദോഷപ്രദമാണ്. 9ൽ നിന്നും രാഹു 8ലേക്ക് മാറുന്നു, 3ൽ നിന്നും കേതു 2ലേക്ക് മാറുന്നത് ഏറ്റവും ദോഷപ്രദം തന്നെയാണ്. രാഹുവിൻ്റെ ഈ മാറ്റം വളരെയധികം ദോഷം ഉണ്ടാക്കുമെന്നാണ് അതായത് അഷ്ടമസ്ഥിതിയാണ് രാഹുവിന് വരുന്നത്. അപ്പോൾ ഈ അഷ്ടമസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും രോഗാതി ദുരിതങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു തട്ടുതടസ്സങ്ങളും ഒരു വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ മൃത്യുഭയം, അതായത് മരണഭയം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരൊക്കെ മരണതുല്യമായ അവസ്ഥയിൽ കിടക്കാനും അല്ലെങ്കിൽ അവരത് മരിക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടാവുന്ന ഈ രാഹുവിൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിഷാദ ചിന്ത, മനസ്സിനെ അലട്ടുന്ന വിഷാദ ചിന്തകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും മനസ്സിനൊരു ടെൻഷൻ വന്നുകൊണ്ടിരിക്കും ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട്. രാഹു 9ൽ നിന്ന് 8ലേക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു എപ്പോഴും രോഗദുരിതങ്ങൾ ഉണ്ടാക്കുന്ന പറയാം. പാപഗ്രഹമായ രാഹുവിൻ്റെ നൃത്തം അത്ര നല്ലതല്ല ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച്. മാത്രമല്ല 3ൽ ഇതുവരെ ഉണ്ടായിരുന്ന കേതു ഇവ 2ലേക്ക് മാറുന്നതോട് കൂടിയിട്ട് അത് ദോഷമാണ്. വാക്സ്ഥാനമായ ധനം, വാക്ക് ഒക്കെ 2 കൊണ്ട് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആ 2 കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കേതു അവിടെ നിൽക്കുന്നത് കൊണ്ട് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും ദോഷപ്രദമാണ്. തീർച്ചയായിട്ടും കർക്കിടക്കൂറുകാർ
കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് ഇനി 1.5 കൊല്ലം നല്ല രീതിയിൽ പോകാൻ കഴിയുള്ളൂ. അത് അല്ലെങ്കിൽ ദോഷമായിട്ട് വരും. ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അവസ്ഥകളൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഒരു ശമനം ഉണ്ടാവും, അല്ലെങ്കിൽ ദോഷം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഈ നക്ഷത്രക്കാരൊക്കെ, ഈ കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തായിട്ട് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാൽഭാഗം നക്ഷത്രങ്ങൾക്കാണ് ഇനി ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് ഗുണദോഷങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. രാഹു 8-ൽ നിന്നും 7-ലേക്കും കേതു ജന്മരാശിയിലേക്കും മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇപ്പോൾ 8-ൽ നിന്നുള്ള രാഹുവിൻ്റെ മാറ്റം 7-ലേക്ക് ആവുന്നതോട് കൂടിയിട്ട് ചെറിയൊരു സമാധാനം ഇവർക്ക് കിട്ടുമെങ്കിലും പക്ഷെ പൂർണ്ണമായിട്ട് സമാധാനമൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഇവർക്ക് തട്ട് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഉടനീളം ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സം തന്നെ വരും. ചില പ്രയത്നത്തിന്, ചില കഷ്ടപ്പാട് നിറഞ്ഞ ചില കാര്യങ്ങൾക്കൊക്കെ ചില പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഗൃഹ ഐക്യം തീരെ ഉണ്ടാവില്ല എന്ന് പറയാം. വീട്ടിലെ ഐക്യം കുറയും എന്നുള്ളതാണ്. പിന്നെ പ്രണയം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പ്രണയം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു എപ്പോഴും ശ്രദ്ധ വേണം, കരുതൽ വേണം. പ്രണയത്തിലൊക്കെ വഞ്ചന വരാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആൾക്കാർ പരസ്പരം വഞ്ചിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം 7-ാം ഭാവം പ്രണയം, വിവാഹം, അങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ രാഹു ആ ഭാവത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ഈ പ്രണയിക്കുന്നവർക്കൊക്കെ ചില ദോഷങ്ങൾ വരിക, വഞ്ചിക്കുക, അതായത് നമ്മളെ തേച്ചിട്ട് പോകാന്ന് പറയില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ തേച്ച് പോകാനൊക്കെ സാധ്യത കൂടിയ സമയമാണ്. അത് പ്രണയിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പരസ്പരം തേച്ച് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഒരു ശ്രദ്ധ അവിടെ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അല്ലെങ്കിൽ തേച്ചിട്ട് പോവും ആരെങ്കിലും ഒരാൾ കേട്ടാ. ഈ സമയം അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഹു 7-ലേക്ക് മാറുന്നതോട് കൂടിയിട്ട് കേതു ജന്മത്തിലേക്ക് മാറുന്നത് ഇവർക്ക് അത്ര നല്ല സൂചനയല്ല എന്നുള്ളതാണ് ചിങ്ങ രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഒരു നല്ല സമയം കൂടിയാണ് രാഹുവിൻ്റെ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം രാഹു 7-ൽ നിന്നും 6-ലേക്കാണ് മാറുന്നത്. പൊതുവേ പാപഗ്രഹങ്ങൾ 3, 6, 11 ഭാവങ്ങൾ നിൽക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠവുമാണ്, ശുഭകരവുമാണ്. അത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ മാറ്റം വളരെ ഗുണപ്രദമായിരിക്കും. ഇവർക്ക് വിവാഹ ആലോചനകളൊക്കെ വന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവാനും ശമ്പള വർധനവും ഉണ്ടാവാനും സാധ്യതയുണ്ട്. പഠനത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞവർക്ക് ആ പഠനം വീണ്ടും ശ്രദ്ധിച്ച് പഠിക്കാനുള്ള അവസരം ഈ 1.5 കൊല്ലം നല്ല രീതിയിൽ പോകാൻ കഴിയും എന്നുള്ളതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു സമയം കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. കേതുവിൻ്റെ മാറ്റം 12-ലേക്കാണ്. അതൊന്ന് ശ്രദ്ധിച്ച് പുലർത്തണം. ചെലവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. ആ ഒരു ചെലവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സാമ്പത്തികം കയ്യിൽ വരുമെങ്കിലും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേതുവിൻ്റെ മാറ്റം കൊണ്ട് അത് തകർന്നടിയാൻ സാധ്യത കൂടുതലാണ്. പൊതുവെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ മാറ്റം ഏറ്റവും ശുഭപ്രദമാണ്. 6-ാം ഭാവത്തിലേക്ക് മാറുന്ന രാഹു ഗുണപ്രദനാണ് ഇവരെ സംബന്ധിച്ച്. ബിസിനസ്സിലൊക്കെ നല്ല വളർച്ച ഉണ്ടാവും. ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ബിസിനസ് തുടങ്ങാനുള്ളൊരു അവസരം ഉണ്ടാവും. തുടങ്ങിയാലും നല്ല രീതിയിൽ അത് പോവും. നല്ല രീതിയിൽ ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ലാഭം ഉണ്ടാവും. നഷ്ടം ഉണ്ടാവില്ല. നഷ്ടം വരാൻ ഒരു തരത്തിലും ചാൻസ് ഇല്ല. രാഹുവിൻ്റെ മാറ്റം ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ്. അതുകൊണ്ട് കേതുവിൻ്റെ മാറ്റം കൊണ്ട് സാമ്പത്തിക നഷ്ടം വരും എന്നുള്ളതാണ്. 12-ലേക്ക് മാറുന്ന കേതു, ജന്മത്തിൽ നിന്നും 12-ലേക്ക് മാറുന്ന കേതു നമ്മുടെ സാമ്പത്തികമായിട്ട് ഒരു തടസ്സം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യുക. അതിന് ചില പരിഹാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ മാറ്റം ഏറ്റവും ശുഭമാണ്. കേതുവിൻ്റെ മാറ്റം മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പാഴ്ചെലവ് ഉണ്ടാക്കും. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പവും ഇവർക്ക് ഉണ്ടാവില്ല. അത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണദോഷങ്ങൾ അറിയാൻ പോകുന്നത്. രാഹു 6-ൽ നിന്നും 5-ലേക്കും കേതു 12-ൽ നിന്നും 11-ലേക്കും മാറുന്നതോട് കൂടിയിട്ട് രാഹുവിൻ്റെ മാറ്റത്താൽ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വീട്ടിൽ നമുക്ക് സമാധാനം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദാമ്പത്യ ഐക്യക്കുറവ് വരാം. ദമ്പതികൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉടലെടുക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് പിറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട് രാഹുവിൻ്റെ മാറ്റത്താൽ. മാത്രമല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരും അത് ജോലി കിട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും.
ജാതകത്തിൽ രാഹുകേതുക്കളുടെ അവസ്ഥയും കൂടി നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. എടുത്തു ചാടി അവർ ബിസിനസ് ചെയ്യാതിരിക്കുക, നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചില സ്കിന്ന് സംബന്ധമായ ചൊറി ചിരങ്ങുകളോ അങ്ങനത്തെ ഉദര സംബന്ധമായ ചില അസ്വസ്ഥതകളോ ഒക്കെ വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് രാഹുവിൻ്റെ മാറ്റത്താൽ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. കേതുവിൻ്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ പല നല്ല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് കേതുവിൻ്റെ മാറ്റത്താൽ. ശത്രുക്കളെ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കേതുവിൻ്റെ മാറ്റത്താൽ ഇവരെ സംബന്ധിച്ച്. ശത്രുക്കൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഇവർക്ക് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അത്തരം ഒരു നല്ല സമയവും കേതുവിൻ്റെ മാറ്റത്താൽ ഉണ്ടാവും. രാഹുവിൻ്റെ മാറ്റം ദോഷകരമായിട്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചില പരിഹാരങ്ങളുമായിട്ട് നിങ്ങൾ പോകേണ്ടതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. രാഹു 5-ാം ഭാവത്തിൽ നിന്നും 4-ലേക്കും കേതു 10-ൽ നിന്നും 10-ലേക്കുമാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ തടസ്സമായിരിക്കും. പാപഗ്രഹങ്ങൾ 4-10 ഭാവങ്ങളിൽ നിൽക്കുന്നൊന്നും അത്ര ശുഭസൂചനയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യുക. ജോലിക്കായിട്ട് പുറം നാടുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ പഠിക്കാനായാലും അതിപ്പോൾ ഇനി ജോലിക്ക് ശ്രമിക്കുന്നവരായാലും ഈ ഒരു സമയത്ത് നമ്മൾ സ്വന്തം നാട് വിട്ടിട്ട് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാനും അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ജോലി കൊണ്ട് അത്ര പ്രയോജനം ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല, ജോലിയൊക്കെ ഉള്ളവർ ഉടനെ അടുത്ത ജോലി വിട്ടിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പോൾ ഈ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഭാരം കൂടി വരാം. ഷിഫ്റ്റായിട്ട് ജോലി തുടരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാവും. എന്നാലും ഇവർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ കുറച്ച് നല്ല സമയമാണ്. എങ്കിൽ പോലും സാമ്പത്തികമായ മെച്ചം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക മെച്ചം ഉണ്ടാവാൻ സാധ്യത ഒരു 3-4 മാസം കൂടി ക്ഷമിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. മെല്ലെ ചെയ്യുക. പുതിയ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ഒന്ന് മെല്ലെ കാര്യത്തിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുത്തു ചാടുമ്പോൾ നമ്മുടെ സാമ്പത്തികം ഉള്ളത് പോലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ സാമ്പത്തിക രീതിയിലേക്ക് അത് ഉയർച്ച ഉണ്ടാവണം, ബിസിനസ് വളരണം, അല്ലെങ്കിൽ ഇനി കൂടുതൽ പണം ഇറക്കിയിട്ട് കൂടുതൽ ബിസിനസ് ചെയ്യണം എന്ന് അങ്ങനെ ശ്രമിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ നമ്മൾ ഇറക്കുന്ന പണം നഷ്ടത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ഉചിതമല്ല എന്നുള്ളത് കൊണ്ടാണ്. അടുത്തായിട്ട് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം നക്ഷത്രങ്ങൾക്കാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ഗുണദോഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. രാഹു 4-ൽ നിന്നും 3-ലേക്കും കേതു 10-ൽ നിന്നും 9-ലേക്കുമാണ് ഇവരെ സംബന്ധിച്ച് മാറുന്നത്. അതുകൊണ്ട് രാഹുവിൻ്റെ മാറ്റം ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഇവരെ സംബന്ധിച്ച്. കാരണം വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊരു സമാധാനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. ഭൂമി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ളൊരു സമയം കൂടി നല്ല രീതിയിൽ കലാശിക്കുകയും ചെയ്യും. അതിലൊരു ലാഭം കിട്ടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. പുതിയ വീട് വെക്കുന്നവർക്ക് അനുകൂല അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് രാഹുവിൻ്റെ മാറ്റം കൊണ്ട് എന്നുള്ളതാണ്. കേതുവിൻ്റെ മാറ്റം ചെറിയ ഭാഗ്യത്തിന് ഇടവരും. ഭാഗ്യദോഷം ഉണ്ടാക്കുമെന്ന് പറയാം. 9-ലേക്ക് മാറുന്ന കേതു എപ്പോഴും ഭാഗ്യതടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പിതാവിൻ്റെ രോഗങ്ങളൊക്കെ വരുമ്പോൾ, അച്ഛന്മാർക്ക് രോഗം വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആ രോഗത്തിൽ കൂടുതൽ രോഗം മൂർച്ഛിച്ച് അപകട സാധ്യതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അച്ഛനമ്മമാരുടെ രോഗാതിദുരിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മക്കൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയും രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ മാറ്റം ഏറ്റവും ഉചിതമാണ്. സാമ്പത്തികമായ മേന്മയുണ്ടാവും. ഇവരെ പഠനത്തിന് നടക്കുന്നവർക്ക് നന്നായി പഠിക്കാനും അത് ജയിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കാനും സാധ്യതയുണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പക്ഷേ കേതുവിൻ്റെ മാറ്റം ഒരു ഭാഗ്യം കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കേതുവിൻ്റെ മാറ്റം ഇവരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. രാഹുവിൻ്റെ മാറ്റം ഇവർക്ക് ഏറ്റവും ശുഭകരമാണ് എന്നുള്ളതാണ്. ഇത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, മര നക്ഷത്രങ്ങൾക്കാണ് രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം രാഹു 3-ൽ നിന്നും 2-ലേക്ക് മാറുകയാണ്. കേതു 9-ൽ നിന്നും 8-ലേക്ക് മാറുകയാണ്. അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിൽ കേതു മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് പലവിധ ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല രാഹുവിൻ്റെ മാറ്റവും ഇവർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാക്കും.
മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ രാഹുവിൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. പാപഗ്രഹങ്ങൾ രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിന് പറഞ്ഞിരിക്കുന്ന രണ്ടാം ഭാവം കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാം. ജോലിയിലൊക്കെ ശ്രദ്ധ പുലർത്തണം. ജോലിയുള്ളവർ, നല്ല ജോലിയൊക്കെ ഉള്ളവർ അത് ജോലി പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ വാക്കേറ്റം ഉണ്ടാവാതെ ക്ഷമാപൂർവ്വം ഈ ഒരു കുറച്ചു കാലം മുന്നോട്ട് പോവുക. ക്ഷമയില്ലാതെ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. തന്മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കാനും സാധ്യതയുണ്ട്. രാഹു കേതുക്കളുടെ മാറ്റം ഇവരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും മോശകരമാണ് ഇവരുടെ രാഹു കേതുക്കളുടെ മാറ്റം. കേതു അഷ്ടമത്തിലേക്കും ഏറ്റവും അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലേക്കും രാഹു രണ്ടിലുമൊക്കെയാണ് മാറുന്നത്. രണ്ട് ഏറ്റവും ധനസ്ഥാനമാണ് നമ്മുടെ രണ്ട്. അപ്പോൾ ആ ഭാവത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ദോഷം വരാൻ സാധ്യതയുണ്ട്. വിവാഹത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് സാമ്പത്തികം തന്നെ ഏറ്റവും ദോഷമായി ബാധിക്കുക. ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. നഷ്ടം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിർബന്ധത്തോടെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവർക്ക് നഷ്ടസാധ്യത മുന്നിൽ കണ്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് മാത്രം ബിസിനസ്സൊക്കെ ഇറക്കുക. ബിസിനസ്സിൽ കാശ് ഇറക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്ത് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ എടുത്തിയാടി ചെയ്യരുത്. ഈ രാഹു കേതുക്കളുടെ മാറ്റം ദോഷകരമാണ് എന്നുള്ളതാണ്. അടുത്ത കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം വര, ചതയം, പൂരട്ടാതി, മുക്കാല് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് രാഹു രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്കും കേതു 8-ൽ നിന്നും 7-ലേക്കും മാറുകയാണ്. ഈ മാറ്റം ഇവരെ സംബന്ധിച്ച് ഏറ്റവും ദോഷപ്രദമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് മിക്കവാറും ആൾക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും. എല്ലാം ചെറിയ ചെറിയ ദൗത്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ പരാജയപ്പെട്ടേക്കാം. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ പരാജയത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ആ ജോലിയിൽ തടസ്സങ്ങളും അത് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി എന്ന് വേണ്ട, വിദേശ യാത്രയ്ക്ക് ശ്രമിച്ചോ, അതിനും തടസ്സങ്ങളായിട്ടുണ്ട്. വിദേശയാത്ര സാധ്യമാകാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ്. പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് പഠനത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള സമയം. രാഹു കേതുക്കളുടെ മാറ്റം ഏറ്റവും ദോഷമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. 8-12 ഭാവങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഏറ്റവും ദോഷപ്രദരാണ്. എങ്കിൽ പോലും ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് കുംഭരാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷം തന്നെയാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായി നല്ല ക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത് വലിയ രീതിയിലേക്ക് പോയി ഒരു വലിയ വാക്കയറ്റത്തിലൊക്കെ അവസാനിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് കുംഭരാശിക്കാർക്ക് വരാൻ ഇടയുള്ളത് എന്ന് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും കുംഭരാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. രാഹു കേതുക്കളുടെ മാറ്റം ഇവരെ സംബന്ധിച്ച് വേണ്ട രീതിയിൽ ആവുകയില്ല. അത്ര ഉചിതമല്ല ഇവരുടെ മാറ്റം എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത മീനക്കൂറാണ്. പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ജന്മത്തിൽ നിന്നും രാഹു 12-ലേക്കാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ആശ്വാസം ഇവരെ സംബന്ധിച്ച് കിട്ടുമെങ്കിലും അത്ര നല്ലതൊന്നുമല്ല എന്നുള്ളതാണ്. കേതുവിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. 7-ൽ നിന്നും 6-ലേക്കാണ് കേതു മാറുന്നത്. അതുകൊണ്ട് കേതുവിന്റെ മാറ്റം കൊണ്ട് ഇവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പക്ഷേ രാഹുവിന്റെ മാറ്റം ഇവർക്ക് ദോഷപ്രദമാണ് എന്നുള്ളതാണ്. ഈ രോഗങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് കാലിൽ വ്രണങ്ങളൊക്കെ ആയി മുറിവൊക്കെ പറ്റിയിട്ടുള്ളവർക്ക് കൂടുതൽ അത് രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. പുതിയ രീതിയിൽ മുറിവുകൾ വരാനും ചൊറി ചിരങ്ങുകളൊക്കെ വരാനുള്ള ഒരു സാഹചര്യമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ആശുപത്രി വാസമൊക്കെ ധാരാളം വേണ്ടി വന്നേക്കാം. അത് മുൻകരുതലെടുത്ത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ പാഴ്ചെലവ് കുറയും. അതുകൊണ്ട് ധനം വ്യയം വരാതെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ മുൻകരുതലെടുത്ത് ചെയ്യേണ്ടതാണ്. ഇത്തരക്കാര് ചൊറി ചിരങ്ങ് വ്രണങ്ങളായി വരാൻ സാധ്യത കൂടിയ സമയമാണ്. പലതരത്തിലുള്ള അസുഖങ്ങളും ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തികമായി ഇവർ ക്ലേശം അനുഭവിക്കും എന്നുള്ളതും കൂടിയാണ്. വിവാഹത്തിന് ശ്രമിക്കുന്നവർ ഈ സമയത്ത് വിവാഹത്തിന് ശ്രമിച്ചാൽ തന്നെ അത് നടന്നു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ശ്രമഫലമായിട്ട് നടന്നേക്കാം എന്നുള്ളതാണ്.
അപ്പോൾ കുറച്ചു കാലം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അതിന് ശ്രമിക്കാതിരിക്കുക. പുതിയ ബിസിനസ് തുടങ്ങുന്നവരും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ള സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ഇത് കൂടുതൽ ബാധകമാവുന്നത്. പക്ഷെ കേതുവിന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ചില ശുഭമായ കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കാൻ ഇടയുണ്ട്. രാഹുവിന്റെ മാറ്റം ദോഷമാണെങ്കിലും കേതുവിന്റെ മാറ്റം കൊണ്ട് ഇവർക്ക് ഗുണഫലങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു മിശ്രഫലത്തെ നമുക്ക് കാണാം, മിശ്രഫലമായിട്ട് തന്നെ നോക്കിക്കാണാം അതിനെ. എങ്കിൽ പോലും രാഹുവിന്റെ മാറ്റം കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ രാഹുവിന്റെ മാറ്റത്തിന് ദോഷ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ദോഷപരിഹാരങ്ങൾ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇത്രയും കാഠിന്യമായ വിഷയങ്ങൾ, അതായത് മല പോലെ വന്ന കാര്യങ്ങളൊക്കെ മഞ്ഞ് പോലെ പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ കുറെ കാശ് ചിലവാക്കി പൂജകളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. സാധാരണക്കാരായ നിങ്ങൾക്ക്, നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ ലക്ഷങ്ങളുടെ പൂജകളൊക്കെ ചെയ്ത് ഈ ദോഷങ്ങൾ മാറ്റാ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും കാര്യമാക്കി എടുക്കരുത്. അത്തരം പാഴ്ചെലവും പണം ആർക്കും കൊടുക്കാൻ പോകരുത്. കാരണം രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ കൊണ്ട് ദോഷം സംഭവിക്കുന്നവർക്ക് ഒരിക്കലും പണം ചെലവാക്കി പൂജ ചെയ്താലൊന്നും മാറില്ല എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം അറിയുക. പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി കുറെ വിരുദ്ധന്മാര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഒരിക്കലും ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്ന കാലദോഷങ്ങൾക്ക് ഒരിക്കലും ഒരു പണം ചെലവാക്കി കുറെ പൂജ ചെയ്താലൊന്നും രാഹു കേതുക്കളുടെ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ ക്ഷേത്ര പരിഹാരങ്ങൾ, ക്ഷേത്ര വഴിപാടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദോഷത്തെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ മാതിരി വലിയ വലിയ കേസുകൾ, മല പോലെ വന്ന കേസുകൾ മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിരിക്കും. ഇത്തരം ഗ്രഹങ്ങളുടെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുകയും തുടർന്ന് നാഗക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ, മഹാദേവന് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാന്തത വരും, സമാധാനം വരും, സ്വസ്ഥത വരും, സാമ്പത്തിക നേട്ടം വന്നേക്കും. എല്ലാ കാര്യത്തിലും ശുഭമായി വരും. കൃത്യമായി നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. രാഹു കേതുക്കളുടെ മാറ്റം നിങ്ങൾ ഈ ദോഷപ്രദമാവുന്ന രാശിക്കാർ ഒരിക്കലും നിസ്സാരമായി കാണരുത്. തകർന്നടിയാൻ സാധ്യതയുണ്ട് ജീവിതം. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ അത് തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഗ്രഹനില ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. ഗ്രഹനില ഇല്ലാത്തവര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് പരിശോധിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് ശാന്തമാക്കാനും സമാധാനപ്പെടുത്താനും അതുമൂലം വരുന്ന ദുരിതങ്ങളും മാറ്റാനും സാമ്പത്തിക നഷ്ടം മാറ്റാനും കഴിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി പറയാം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു അറിവുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.